ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഇറ്റ്സ് മീ സെയ്ദ് ഷഹീർ ഫ്രം പെപ്പ് ലേണിംഗ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അല്ലേ അടുത്ത യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ വീഡിയോ. നമ്മുടെ PG അപ്ഡേറ്റ് സീരീസിൽ നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുത്തുന്ന ഇപ്പോൾ CUT PGക്ക് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഇതാ അടുത്തുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം. വളരെ കുറച്ച് മലയാളികളായിരുന്നു കഴിഞ്ഞൊരു 4 കൊല്ലം മുമ്പ് വരെയൊക്കെ ഇവിടെ പഠിച്ചിരുന്നത്. പക്ഷേ ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി, ഞാനിപ്പോൾ പല യൂണിവേഴ്സിറ്റികളുടെയും മലയാളി കമ്മ്യൂണിറ്റികളും അവരുടെ ആക്ടിവിറ്റീസൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ സൗത്ത് ബീഹാറിലത് വളരെ അപ്രിസിയേഷൻ ഉള്ള, അതായത് അടിപൊളിയായിട്ടുള്ളൊരു മലയാളി കമ്മ്യൂണിറ്റിയാണ് സൗത്ത് ബീഹാറിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത്യാവശ്യം അവർ തന്നെ നല്ല ഹെൽപ്പ് ഡെസ്കും ഗൈഡ് ലൈൻസും ഒക്കെ കൊടുത്തിട്ട് ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷന് ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ നമ്മുടെ PG ഓപ്ഷനിൽ നമുക്ക് വെക്കാൻ സാധിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. എത്തിച്ചേരാനൊക്കെ കുറച്ചൊന്ന് നമ്മൾ ട്രാവൽ ചെയ്യണം എന്നുള്ളത് ഒഴിച്ചാൽ അടിപൊളിയാണ്. നമ്മുടെ ബീഹാറിലെ തന്നെ ഗയ അല്ലേ, ശ്രീബുദ്ധൻ്റെ ഒക്കെ ഗയയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളത്. മുമ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ബീഹാർ എന്നായിരുന്നു, പിന്നീട് പേര് മാറി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ എന്നാണ് ഇപ്പോഴത്തെ പേര്. അപ്പോൾ ഏതായാലും വൈകിക്കുന്നില്ല, നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ്, അഡ്മിഷൻ ഡീറ്റെയിൽസ്, കോഴ്സസ്, എലിജിബിലിറ്റി, പേപ്പർ കോഡ്, ഫീസ് സ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലേക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പെപ്പിൻ്റെ PG അപ്ഡേറ്റ് സീരീസിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ ഏതായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ തുറന്നാൽ നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കും അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അഡ്മിഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ പേജിലേക്ക് പോകാൻ പറ്റും. ഈ ഒരു പേജിലാണ് എവ്രിതിങ്, എല്ലാ ഡീറ്റെയിൽസും അവരെന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്മിഷൻ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ PG കോഴ്സുകളും എല്ലാവിധ അണ്ടർടേക്കിംഗ് ഫോം വരെ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തത്, നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ തന്നെ കൃത്യമായിട്ട് ഇവരിങ്ങനെ നമ്മളെ സിനിമാ മോഡൽ ഇങ്ങനെ കാണിക്കും. അതായത് ഇന്നിപ്പോൾ ഞാൻ എടുക്കുമ്പോൾ May 29 ഈ ഒരു വീഡിയോ എടുക്കുന്നത്. 4 ദിവസവും 5 മണിക്കൂർ 38 മിനിറ്റും സെക്കൻഡുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവരുടെ ഒരു ഡേറ്റ് പറയുന്നത്. അപ്പോൾ June 2 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുൻപ് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം, വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ആപ്ലിക്കേഷൻ ഡേറ്റ് നോക്കൂ, ഫസ്റ്റ് ഏതൊരു അപ്ഡേറ്റ് സീരീസ് വീഡിയോ എടുക്കുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം ലാസ്റ്റ് ഡേറ്റ്, കാരണം എല്ലാവർക്കും ആദ്യം അറിയേണ്ടതാണ്. അതിനും പല കാരണമുണ്ട് കേട്ടോ. നമ്മളിപ്പം സർട്ടിഫിക്കറ്റുകൾ റെഡി ആയിട്ടുണ്ടാവില്ല, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർക്ക് ലാസ്റ്റ് വരെ ഉണ്ടാവുന്നത് അറിയാനാണ് ഇത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 500 രൂപയാണ് വരുന്നത് ജനറൽ OBC EWSനൊക്കെ. അതുപോലെ തന്നെ 200 രൂപയാണ് നമ്മളെ SC ST PWD കാറ്റഗറിയിൽ ഉള്ളതിനും വരുന്നത് കേട്ടോ. ഓരോ പ്രോഗ്രാമിനും വരുന്ന ഫീസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ലാസ്റ്റ് ഡേറ്റുമായി നമ്മൾ ആപ്ലിക്കേഷൻ ഫീസുമായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ കോഴ്സുകളാണ് നമ്മളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിൽ ഉള്ളത് എന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കീഴിലാണ്. MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, എൻവയോൺമെൻറ്റൽ സയൻസ്, ലൈഫ് സയൻസ് പോലെയുള്ള മേജർ കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ ജിയോളജി, ജോഗ്രഫി, പിന്നെ സയൻസിലേക്ക് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഡാറ്റാ സയൻസ് ആൻഡ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. കുറേ ആളുകൾ വെറൈറ്റി ആയിട്ടൊക്കെ അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കോഴ്സാണ് കമ്പ്യൂട്ടർ സയൻസും MSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം പുതിയ കാലത്തൊക്കെ കുറേ കരിയർ സംശയങ്ങൾ വരുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി ഒക്കെ എവിടെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ. അപ്പം MSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ. ഇത് ഞാൻ പറയണത് ഒരുപക്ഷെ ഇത് കാണുന്നത് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല, പക്ഷേ യു ക്യാൻ ഗൈഡ് സംവൺ. അതായത് പിള്ളേർ ആരെങ്കിലും നിങ്ങളുടെ ജൂനിയേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് ഗ്യാദർ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ MPharm കോഴ്സും, MPharmന് തന്നെ ഫാർമക്കോളജിയും ഉണ്ട്. പിന്നെ MCom, MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ നമ്മളുടെ MA/MSc സൈക്കോളജി കേട്ടോ. ഓക്കെ, MA/MSc സൈക്കോളജി, അതുപോലെ തന്നെ സോഷ്യോളജി, MSW അല്ലേ. ഇതൊക്കെയാണ് നമ്മളൊരു പോപ്പുലറായിട്ട് നമ്മൾ നോക്കുന്ന കോഴ്സുകൾ. എക്കണോമിക്സും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് IR, അതുപോലെ തന്നെ ഹിസ്റ്ററി, MA ഇംഗ്ലീഷ് നോക്കൂ. അതുപോലെ MA ഹിന്ദിയും, MEDും LLMും MPedും ആണ്.
എന്തുള്ളത് കോഴ്സുകൾ. അപ്പോൾ 28 കോഴ്സുകൾ. ഇതിൽ തന്നെ അത്യാവശ്യം നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. സൈക്കോളജി ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫിസിക്സ് കെമിസ്ട്രി പോലത്തെ കോഴ്സുകളുണ്ട്, MCOM ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്കും മലയാളി കുട്ടികളും കൂടുതലായിട്ടും കോഴ്സുകൾ നോക്കുന്ന എന്താണ് കോഴ്സുകളിൽ പെട്ടതാണ്. അപ്പോൾ ഏകദേശം കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി കോഴ്സിൻ്റെ എലിജിബിലിറ്റീസ് അല്ലേ, അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പേപ്പർ കോഡും അതുപോലെ തന്നെ എന്താണ് എലിജിബിലിറ്റിയും അവർ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ കോഴ്സിൻ്റെ. ഇപ്പോൾ MCOM-നാണെന്നുണ്ടെങ്കിൽ എന്താണ് ബാച്ചിലേഴ്സ് ഇൻ കൊമേഴ്സ് ആൻഡ് മതി, അതായത് BCom ഉണ്ടായാൽ മതി എന്നുള്ളത്. അതുപോലെ തന്നെ ലോ ആണെന്നുണ്ടെങ്കിൽ എന്ത് എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, എക്കണോമിക്സിൻ്റെ ഒക്കെ ഓരോന്നിൻ്റെ എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏതെങ്കിലും പർട്ടിക്കുലർ കോഴ്സാണ് നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് അടിച്ചിട്ട് നോക്കിയാൽ മതി. MA ഇംഗ്ലീഷ്, MA ഹിന്ദി, അതുപോലെ തന്നെ സോഷ്യോളജി, MSW നോക്കും. MSW ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് അല്ലേ, പ്രത്യേകിച്ച് ഏതാവണം എന്നൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, എനി സബ്ജക്റ്റ് ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ സൈക്കോളജി HUQP 20 എഴുതാണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് സൈക്കോളജി ഓർ സയൻസ്, ഹ്യൂമൻ സയൻസ്, സോഷ്യൽ സയൻസ്, ലൈഫ് സയൻസ്, മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ് ഏകദേശം ഒക്കെ പറ്റും. ഓക്കെ, ഏകദേശം എല്ലാം പറ്റും. 50% മാർക്ക് ഉണ്ടായാൽ മതി എന്നുള്ളതാണ് കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക, സൈക്കോളജിയുടെ എലിജിബിലിറ്റി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റ് എല്ലാ കോഴ്സുകളുടെയും എന്താണ് എലിജിബിലിറ്റീസ് ഇവിടെ കൃത്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ 3 കോഴ്സുകളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് എന്നെ അപ്ലൈ ചെയ്യാം. നോക്കൂ, കെമിസ്ട്രി, ഫിസിക്സ് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. MFAM-ൻ്റെയും എല്ലാത്തിൻ്റെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫീ സ്ട്രക്ചറിലേക്ക് പോകാം അല്ലേ. ഓക്കെ, ഇവരുടെ ഫീ സ്ട്രക്ചർ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കൽ നിർബന്ധം. എന്തുകൊണ്ടാണെന്നറിയാം, ഇവരുടെ അഡ്മിഷൻ പ്രോസസ്സിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഫീസ് അടക്കണം. ഫീസ് അടച്ച ആളുകൾ മാത്രമാണ് ഇവർ അഡ്മിഷന് വേണ്ടിയിട്ട് പരിഗണിക്കുള്ളൂ. ഇങ്ങനെ ഒരു ചൊറ എന്ന് ഞാൻ പറയണില്ല, അതൊരു തന്ത്രം കൂടിയാണ്. അതായത് കുട്ടികളെ എന്താണ് ഒരു കുറച്ചും കൂടി ആദ്യമേ തന്നെ നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരിതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫീസ് അടച്ചത് കൊണ്ട് ഞാൻ പറയാം കേട്ടോ, അതിലേക്ക് ഫീസ് അടച്ചത് കൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പില്ല. പക്ഷേ ഫീസ് അടച്ചവരെ മാത്രമേ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഫീസ് നമ്മളൊരു ബാക്കപ്പിൽ ഒരു പ്ലാൻ B ആയിട്ട് കണ്ടു വെക്കേണ്ടത് കൊണ്ട് എന്താണ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫീസ് ഇവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. MSc മാത്സ്, MSc സ്റ്റാറ്റി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് IR, സോഷ്യോളജി, ഇംഗ്ലീഷ്, ഹിന്ദി, സൈക്കോളജി, ഹിസ്റ്ററി, MCOM ഇത്രയും കോഴ്സുകൾക്കുള്ള ഫീസ് എന്ന് പറയുന്നത് എന്താണ്, പിന്നെ പെർ ഇയറിലേക്ക് 9218 രൂപയാണ് വരുന്നത് കേട്ടോ. 9218 രൂപയാണ് എന്തിൽ വരുന്നത്. ഇനി മറ്റ് കോഴ്സുകളുടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. എക്കണോമിക്സിന് എത്രയാണ് വരുന്നത്, 9718. അതിനുശേഷം വരുന്ന കോഴ്സുകളുടെയൊക്കെ ഏകദേശം ഫീസ് 13218, 12000 അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓരോന്നിൻ്റെ ഇങ്ങനെ കാണിക്കുന്നില്ല. നിങ്ങൾ ആ കോഴ്സുകൾ ജസ്റ്റ് നോക്കിയാൽ മതി. എൻവയോൺമെൻറ്റൽ സയൻസിനും ബയോടെക്നോളജിക്കും ലൈഫ് സയൻസിനും ജേർണലിസം അതുപോലുള്ള LLM കോഴ്സുകൾക്കും ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ വർക്ക്, ജിയോളജി കോഴ്സുകൾക്കൊക്കെ വരുന്ന കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് എന്താണ്, 12000, 13000, 12000, 17000 ഈ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്പെസിഫിക്കലി ഏത് കോഴ്സാണോ നോക്കുന്നത് അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലൈക്ക് ജസ്റ്റ് വീണ്ടും നോക്കാം. അപ്പോൾ ഏതായാലും സൈക്കോളജിക്കൊക്കെ വരുന്ന ഫീസ് വരുന്നത് 9218 ഇത് ഞാൻ എന്തിനാണ് പറഞ്ഞതെന്നുള്ളത് എന്ത് ചെയ്യാം, തൊട്ട് മുമ്പിൽ കാണിച്ചു തരാം. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ 10th, 12th, അതുപോലെ തന്നെ UGയുടെ മാർക്ക് ഷീറ്റും, അതുപോലെ തന്നെ എന്താണ് പ്രൊഫഷണൽ പാസിംഗ് സർട്ടിഫിക്കറ്റും, നമ്മുടെ വാലിഡ് ഡേറ്റ് ഓഫ് ബർത്തിനുള്ള സർട്ടിഫിക്കറ്റ്, അത് നമ്മുടെ SSLC ഒക്കെ തന്നെ എന്താണ് ഇനഫാണ്, അല്ലെങ്കിൽ അത് കാണിക്കുന്നത് ഏതായാലും. അതുപോലെ തന്നെ എന്താണ് CCO, TCO അങ്ങനത്തുള്ള സാധനങ്ങളും, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നമുക്ക് വേണം. പല ആളുകളും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്തായാലും നിർബന്ധമാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഏത് കാറ്റഗറിയിലാണോ വരുന്നത് അത് വേണം. അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ റിസർവേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യണം, വേണം കേട്ടോ. ഓക്കെ, അത് പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ്. അത് നമുക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം അവിടുന്ന് യൂണിവേഴ്സിറ്റീൻ്റെ അടുത്തുനിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്.
പിന്നെ ഈ CGPA പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് വേണം. അത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടാണ്, ഇപ്പം വേണ്ട, അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണ്ട, ഓഫ്ലൈനായിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എന്താണ് ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്. ഇത്രയാണ് നമുക്ക് എന്ത് വേണ്ടത്, കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ പ്രോസസ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അവരുടെ അണ്ടർടേക്കിംഗ് ഫോമാറ്റ് ഇതെന്താണെന്നുള്ളത് ഒരിക്കൽ കൂടി പറയാം. നിങ്ങൾക്ക് ഇൻ കേസ് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അവിടെ ഞാൻ ഇന്ന കോഴ്സിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന ആളുടെ മോനാണ്, ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് പിന്നെ ദാറ്റ് ഐ വിൽ ഓൾസോ സബ്മിറ്റ് ദ ഫോളോയിങ് ഡോക്യുമെന്റ് ആസ് പെർ ദ റിക്വയർമെന്റ് ഫോർ ലേറ്റസ്റ്റ് ബൈ 31/10/2025. അതായത് ലാസ്റ്റ് ഒക്ടോബർ 31 ഉള്ളിൽ എന്താണ് നമ്മൾ പിന്നെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് അത് ഇവിടെ വെക്കുക. അത് ഡീറ്റെയിൽസും സാധനങ്ങളും, ഇതാണ് അണ്ടർടേക്കിംഗ് ഫോം കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ല, മൈഗ്രേഷൻ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. ലാസ്റ്റ് ഡേറ്റിന് ഇതാ ഇന്നിപ്പോൾ May 29, 2025 4 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ എന്താണ് അണ്ടർടേക്കിംഗ് ഫോം വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫീസ് സ്ട്രക്ചർ നമ്മൾ കണ്ടു, എലിജിബിലിറ്റി നമ്മൾ കണ്ടു. ഇനി നമുക്ക് കുറച്ചും കൂടി എന്താണ് ഇവരുടെ ഒരു എക്സാം അപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ഫസ്റ്റത്തെ ഇവരുടെ ഒരു എന്താണ് അഡ്മിഷൻ പ്രോസസ്സ് വരുന്നത് നോക്കൂ, 11 മുതൽ അതായത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്, അതായത് അഡ്മിഷൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2-ാം തീയതിയാണ്. പിന്നെ നമുക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും. അതായത് നമുക്ക് ഓൺലൈൻ കറക്ഷൻ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമുക്ക് 4-ാം തീയതി എന്ത് ചെയ്യും, അവർ ഓപ്പൺ ചെയ്യും. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റത്തെ ഒരു കട്ട് ഓഫ് വരിടും. ഫസ്റ്റത്തെ റൗണ്ട് ഓഫ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ് വരിടും. ആ കട്ട് ഓഫിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് അടക്കാം. അത് അവരുടെ പോർട്ടലിൽ എന്ത് വരും, പേയ്മെൻറ്റ് പോർട്ടൽ ഓപ്പൺ ആവും. അപ്പം ആ കട്ട് ഓഫിൻ്റെ ഉള്ളിൽ, അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ കട്ട് ഓഫ് ഇടും. ആ സ്കോറിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്കൊക്കെ പേയ്മെൻറ്റ് അടക്കാനുള്ള ഡേറ്റാണ് എന്തെന്നറിയോ, June 11 മുതൽ June 15 വരെ. നോക്കൂ, 4 ദിവസത്തിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുള്ളൂ. അതിന് അഡ്മിഷൻ എടുത്തതിന് ശേഷം സീറ്റ് വേക്കൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സെക്കൻഡ് റൗണ്ട് ഓഫ് കട്ട് ഇടും. വേക്കൻറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ അത് 20-ാം തീയതിയാണ് ഇടുന്നത്. അതിൻ്റെ പേയ്മെൻറ്റ് അടക്കാനുള്ള ദിവസം 20 to 23 പിന്നെ 3-ാമത്തെ റൗണ്ട് ഓഫ് അഡ്മിഷൻ വിടുക്കും 27-നാണ്. അത് 27-ൻ്റെയും 30-ൻ്റെ ഇടയിൽ ഇടേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഫൈനൽ പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ ലിസ്റ്റ് ഓഫ് അഡ്മിറ്റഡ് സ്റ്റുഡൻസ് 8 ജൂലൈന് എന്ത് ചെയ്യും, അനൗൺസ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പം കഴിഞ്ഞ വർഷത്തൊക്കെ എന്താണ് ഈ അഡ്മിഷൻ പ്രോസസ്സ് ശ്രദ്ധിച്ച ആളുകൾക്ക് മനസ്സിലാവും. അതായത് കുറേ ലിസ്റ്റുകൾ ഇങ്ങനെ ഇടും. അപ്പോൾ ആ ലിസ്റ്റിൽ നമ്മളെ സബ്ജക്റ്റിൽ ഓരോന്നിലും അൺറിസർവ്ഡിൽ എത്ര ഉണ്ട്, OBCയിൽ എത്ര ഉണ്ട്, SC STയിൽ എത്ര ഉണ്ട്, ചിലപ്പം 0 ആയിരിക്കും. അപ്പം പിന്നെ അതിലിനി ഉണ്ടാവില്ല. പിന്നെ വരും എങ്ങനെയാണെന്നറിയോ, അതായത് ഈ യൂണിവേഴ്സിറ്റിയിൽ എടുത്ത ആളുകൾ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുമ്പോൾ വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് അലേർട്ടായിരിക്കൽ ഇവരുടെ 5, 6, 7 എന്താണ് ലിസ്റ്റ് വരെ പൊതുവേ വരാറുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നോക്കേണ്ടത്. പിന്നെ എന്താണ് ആർക്കെങ്കിലും ഈ പറയപ്പെടുന്ന പോലെ റീഫണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ റീഫണ്ട് പോളിസിയൊക്കെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ്സ് റിമെയിൻ അൺസക്സസ്ഫുൾ ഇൻ സെക്യൂറിങ് അഡ്മിഷൻ ബൈ ദ എൻഡ് ഓഫ് ദ അഡ്മിഷൻ പ്രോസസ്, ഇതൊക്കെ കഴിഞ്ഞിട്ടും ദ പ്രോഗ്രാം ഫീ ഷാൾ ബി റീഫണ്ടഡ്. അതായത് എടുക്കാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ ദിസ് റീഫണ്ട് വിൽ ബി ഇനീഷ്യേറ്റഡ് ആഫ്റ്റർ ഒക്ടോബർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫീസ് കാണിച്ചത്. ഈ ഒരു ഫീസ് സ്ട്രക്ചർ എന്താണ്, ഫീസ് നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും രീതിയിൽ റീഫണ്ട് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റീഫണ്ട് ഉണ്ടാവില്ല. ഒക്ടോബറിന് ശേഷം മാത്രമേ റീഫണ്ട് പ്രോസസ്സ് ഓപ്പൺ ആവുള്ളൂ. അത് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമർത്ഥ് പോർട്ടലിലൂടെ തന്നെ എന്ത് ചെയ്യണം. നമ്മൾ ഇമെയിൽ അയച്ചിട്ടോ മൊബൈൽ അയച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്ന് അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസലേഷൻ പോളിസി ഒക്കെ ഉണ്ടെങ്കിൽ റീഫണ്ട് UGC ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യും എന്നുള്ളതാണ്. വീണ്ടും എന്താണ് ഒക്ടോബറിന് ശേഷമാണ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ ഫീ എമൗണ്ടിങ് 500 എന്താണ് ആദ്യം നമ്മൾ അടക്കുന്ന ഫീ റീഫണ്ടബിൾ അല്ല എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിൽ പിന്നെ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള കോഴ്സുകൾ പറഞ്ഞു, അഡ്മിഷൻ എലിജിബിലിറ്റി പറഞ്ഞു, ക്രൈറ്റീരിയ പറഞ്ഞു, ഫീസ് സ്ട്രക്ചർ പറഞ്ഞു. അപ്പം ഈ ഒരു 2-ാം തീയതിക്ക് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള
അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അത് നമ്മളെ പെപ്പിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ പലതവണ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ പഠിക്കുന്ന അലൂമിനീസും സീനിയേഴ്സും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പെപ്പിൻ്റെ അലൂമിനീസ് തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരുമ്പം ആ ഫസ്റ്റ് റൗണ്ട് ഓഫ് കട്ട് ഓഫിൽ നമ്മളെ സ്കോർ ഉണ്ടെങ്കിൽ അവിടെ ഫീ അടക്കുക എന്നുള്ളതാണ് ഒരു സീറ്റ് സെക്യൂർ ചെയ്യാനുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇവരെന്താണ്, ക്ലാസ്സസ് ഓഫ് സ്റ്റുഡൻസ് അഡ്മിറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് വിൽ ബി കമൻസ്ഡ് ഓൺ 14 ജൂലൈക്ക് ക്ലാസ് തുടങ്ങും കേട്ടോ. ഇനി അതും കൂടി എന്ത് ചെയ്യുക, പിന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് അവർ കൃത്യമായിട്ട്. ഹോസ്റ്റൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ആൾ ബി ഡിക്ലെയർഡ് സെപ്പറേറ്റ്ലി. ഹോസ്റ്റലൊക്കെ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഡെഡ് ലൈനും ഡീറ്റെയിൽസ് വെച്ചിട്ട് വളരെ സിസ്റ്റമാറ്റിക്കലി ഐ റിയലി അപ്രീഷിയേറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബിഹാർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, NAC A++ ഒക്കെ കിട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബിഹാറിലേക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഏകദേശം ഫസ്റ്റിൽ നിങ്ങൾക്ക് സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഏതായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബിഹാറിൽ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ല, വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.